കലോത്സവ വേദികൾ SFIക്കാർ അക്രമവേദിയാക്കി മാറ്റുന്നു എന്ന് ABVP. അക്രമത്തിനൊപ്പം സാമ്പത്തിക അഴിമതി നടത്തുകയാണ് SFI എന്നും സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ്. കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള കോഴ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ABVP സർവകലാശാല ചാൻസലർക്കും വൈസ് ചാൻസലർക്കും പരാതി നൽകി. ഇവരുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ABVP പരാതി നൽകിയിരിക്കുകയാണ്. ഒപ്പം ABVP ഇതുമായി ബന്ധപ്പെട്ട് കലോത്സവ വേദിയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? സുരേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പം തന്നെ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഉൾപ്പെടെയുള്ളവർക്ക് ഇത്തരത്തിലൊരു പരാതി ABVP നൽകിയിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി കലോത്സവങ്ങൾ നടക്കാനിരിക്കുന്നു. ഒപ്പം തന്നെ കേരള സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം കലോത്സവം നടന്നിരുന്നു. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഉയർന്ന കോഴ ആരോപണം, ഒപ്പം തന്നെ SFI KSU സംഘർഷങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഉന്നയിക്കുന്നത് ഒന്ന്, ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള കോഴ വിവാദങ്ങൾ, കോഴ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതിന് SFI ആണ് നേതൃത്വം നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു പരാതി ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി കലോത്സവങ്ങൾ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അഴിമതി നടത്താനും ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മർദ്ദന മുറകൾ നടത്താനുമുള്ള വേദിയാക്കി SFI ഇത്തരത്തിലുള്ള കലോത്സവ വേദികളെ മാറ്റുന്നു എന്നൊരു ആരോപണം കൂടി ഈ പരാതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ABVPയുടെ സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഒപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേലിന് നേരിട്ടെത്തി ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. പരാതിന്മേൽ ഏത് തരത്തിലുള്ള നടപടി ഇനി VC സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ABVP നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ഒപ്പം തന്നെ VC ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. ഇത്തരത്തിൽ കോഴ ആരോപണം ഉൾപ്പെടെ ഉയർന്ന സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണവും നടപടിയും വേണമെന്നൊരു ആവശ്യം പരാതിയിൽ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള സർവകലാശാലയിൽ നടന്ന യുവജനോത്സവം ഇന്നലെ VC നിർത്തിവെക്കാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി കൂടി ABVPയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.